ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമിക പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അനന്തപുരിയിലോട്ട് പോകാൻ തന്നെ എനിക്കൊരു താല്പര്യമില്ല. കാര്യം വെച്ചാൽ അവൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പോകാനേ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. പക്ഷേ പിന്നെ പോയില്ലെങ്കിൽ ആ നന്ദു എന്ന് പറയുന്ന അവൾ പിന്നെ അവിടെ കയറി പറ്റും. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളെ വേണു പറയും, മോളെ നീ ഇവിടെ നിന്നിട്ട് നിനക്കൊന്നും കിട്ടുമെന്നൊന്നും നീ വിചാരിക്കേണ്ട. എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നീ അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നീയാണെങ്കിൽ ദേവയാനിക്ക് പാലിൽ വിഷം കലക്കി കൊടുത്ത് കരളൊക്കെ പോയതൊക്കെ നീ കാരണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ടല്ലോ എന്ന് പറയും. അപ്പം നമ്മളെ ദേവയാനി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ അഭിയാണ് കേട്ടോ. അഭിയെ നയനയാണ് കാണിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ ആദർശേട്ടനെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ നിൻ്റെ അമ്മ ഉൾപ്പെടെ ആ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ ആദർശേട്ടനെ കുറ്റം പറയുമ്പോഴും ഞങ്ങളാണെങ്കിൽ എല്ലാം തുറന്ന് പറയാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ള ഭവിഷ്യത്ത് ഓർക്കുമ്പോഴാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഫുൾ ടൈം അനാമികയുടെ പിറക്കെയാണ്, അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അമ്മ ഇപ്പോൾ ഫുൾ ടൈം അനാമികയുടെ പിറക്കെ നടക്കും. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയനയെടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.